ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ദേഷ്യം തോന്നിയാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കുക, ഇരിക്കാം. ഇന്നത്തെ എപ്പിസോഡിലെ ലാലേട്ടന്റെ വേട്ടമൃഗം ശരിക്കും ജാസ്മിൻ ജാഫർ ആയിരുന്നു. ലാലേട്ടനോട് പൊരുതി നിൽക്കുവാൻ ജാസ്മിൻ പരമാവധി പരിശ്രമിച്ചു. പക്ഷേ തെളിവുകളുടെ അകമ്പടിയോടുകൂടി സകലത്തെയും പൊളിച്ചടുക്കി കളഞ്ഞു ജാസ്മിൻ. ഒടുവിൽ കണ്ണുനീർ കവിളിൽ കൂടി ധാരധാരയായി ഒഴുകുന്ന ഒരു ദയനീയ രംഗം പ്രേക്ഷകർക്ക് കാണേണ്ടി വന്നു. പല ആവർത്തി നിയമലംഘനം നടത്തുന്നതിന്റെ വ്യക്തമായ തെളിവുകൾ, ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുൻപിൽ, ജാസ്മിന്റെയും കൂട്ടരുടെയും മുൻപിൽ തുറന്നു കാണിച്ച് ആരംഭിച്ച ലാലേട്ടൻ ഒടുവിൽ മനുഷ്യർ അറയ്ക്കുന്ന വളരെ മോശമായ പ്രവൃത്തി പോലും ഹാസ്യവൽക്കരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന്റെ തെളിവുകൾ വരെ നിരത്തി. എന്ന് പറഞ്ഞാൽ കിച്ചണിനകത്ത് നിന്നുകൊണ്ട് ഇരു കൈകളിലും ചായക്കപ്പുകൾ ഇരിക്കുന്നു, താഴെ ചായയുടെ വലിയ പാത്രം ഇരിക്കുന്നു, അതിലേക്ക് നോക്കി തുമ്മുകയാണ്. തുമ്മിയതിനു ശേഷം പറയുന്നു, നമ്മൾ രണ്ടുപേരും മാത്രമേ കണ്ടുള്ളൂ, മറ്റാരും കണ്ടില്ല. പ്രേക്ഷകരാരും ഇവിടെ നടക്കുന്ന പലതും കാണുന്നില്ല എന്നാണ് ജാസ്മിന്റെ മനസ്സിലെ ചിന്ത. അതിനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് ലാലേട്ടൻ സംസാരിച്ചത്. ജാസ്മിൻ്റെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും പ്രേക്ഷകരെ കാണുന്നില്ലെന്ന്. പ്രേക്ഷകരെ ഒന്നും തന്നെ മറയ്ക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എല്ലാം പ്രേക്ഷകരെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്, അവർ കാണുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സത്യത്തിൽ ജാസ്മിൻ്റെ കണ്ണി പൊട്ടിപ്പോയ നിമിഷങ്ങളായിരുന്നു പിന്നീട് വെളിപ്പെട്ടത്. അതെ, തൻ്റെ തുപ്പല് വീണ ചായയ്ക്ക് രുചി കൂടും എന്ന് പറയുമ്പോൾ വളരെ അറപ്പോടുകൂടി അപ്സര നോക്കി നിൽക്കുന്ന കാഴ്ചയും അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ വന്നപ്പോൾ അവിടെ ഇരുന്ന ഓരോ മത്സരാർത്ഥികളും സത്യത്തിൽ തലയിൽ കൈവച്ച് കുനിഞ്ഞിരുന്നു പോയി. ജാസ്മിൻ എന്ന സുന്ദരിയായ മത്സരാർത്ഥിയുടെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വീഴുകയായിരുന്നു. ഏറ്റവും പ്രധാന നിയമലംഘനമായി ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ചത് മൈക്ക് ഒഴിവാക്കിക്കൊണ്ട് നടക്കുന്ന സംസാരങ്ങൾ പലതുമായിരുന്നു. പല ആവർത്തി, അതെ, രാവും പകലുമില്ലാതെ മൈക്ക് ഉപേക്ഷിച്ചിട്ട് ജാസ്മിൻ സ്വകാര്യങ്ങൾ പലരോടും പങ്കുവെക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനമായി ഗബ്രിയുമായി സല്ലപിക്കുന്ന ദൃശ്യങ്ങളാണ് ബിഗ് ബോസ് പുറത്തുവിട്ടത്. മാത്രവുമല്ല, ജാസ്മിൻ മൈക്ക് ധരിക്കൂ, ജാസ്മിൻ മൈക്ക് ധരിക്കൂ, ജാസ്മിൻ മൈക്ക് ധരിക്കൂ, ഇത് തന്നെ ബിഗ് ബോസ് പിറകിന് നടന്നു വിളിച്ചു പറയുന്നു. പല ആവർത്തിയായി ജാസ്മിനോട് ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജാസ്മിൻ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടും പിന്നെയും ജാസ്മിൻ അത് തന്നെ ചെയ്യുന്ന കാഴ്ച കാണുവാൻ സാധിച്ചു. ലാലേട്ടനോട് ഇപ്പോൾ പറയുകയാണ്, ജാസ്മിൻ മറന്നു പോകുന്നതാണ് ലാലേട്ട, മനഃപൂർവ്വമല്ല. ആ സമയത്ത് ലാലേട്ടൻ അതിനെയും പൊളിച്ചടുക്കുകയാണ്. ജാസ്മിൻ ഇവിടെ നിയമലംഘനം നടത്തുന്നു എന്നുള്ളതിന് ആരെങ്കിലും സാക്ഷികളായിട്ടുണ്ടോ? ഉടനെ ജിൻഡോയാണ് സാക്ഷി പറയുവാൻ വേണ്ടി എഴുന്നേൽക്കുന്നത്. ജിൻഡോ പറയുന്നു, പല ആവർത്തി ജാസ്മിൻ മൈക്ക് ധരിക്കാതെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞൊരു ദിവസം ഞാൻ വാഷ്റൂമിൽ ഇരിക്കുന്ന സമയത്ത് പുറമേ നിന്നുകൊണ്ട് 2 കൊട്ട് കേട്ടു. ആ കൊട്ട് കേട്ടപ്പോൾ ഞാൻ തിരികെയും കൊട്ടി. ഉടൻ തന്നെ ജാസ്മിൻ വിളിക്കുകയാണ്, എടാ ഗബ്രി എന്ന്. തുടർന്ന് ജിൻഡോ പറയുകയാണ്, എനിക്ക് തിരിച്ച് ഗബ്രിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, ആൾമാറാട്ടം നടത്താൻ പറ്റില്ലല്ലോ, ഞാൻ ജിൻഡോ അല്ലേ, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. ലാലേട്ട, ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പല ആവർത്തി ഇവർ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഇവിടെ നിയമലംഘനം നിരന്തരം നടത്തുന്ന വ്യക്തിയാണ്. എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോൾ ഗബ്രിയും ജിൻഡോയും തമ്മിൽ അവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയത്തുള്ളൂ, ആണുങ്ങളോട് സംസാരിക്കാൻ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോരഘോരം ജിൻഡോയ്ക്കെതിരെ ചന്ദ്രഹാസം മുഴക്കിക്കൊണ്ട് ഗബ്രി ചെല്ലുന്ന കാഴ്ചയും കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പറയാറില്ലേ, ഇന്നത്തെ എപ്പിസോഡ് ഇന്നാള് തൂക്കി എന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിലെ എല്ലാ നെഗറ്റിവിറ്റിയും ഒരുമിച്ച് തൂക്കിക്കൊണ്ടുപോയ വ്യക്തി ജാസ്മിൻ ജാഫറാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയും. അത്രമാത്രം ടെററായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. വലിയ പ്രതീക്ഷയോടുകൂടി ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നറായി തീരും എന്നുള്ള പ്രതീക്ഷയോടും അപ്പോൾ തന്നെ ബഹുജന പിന്തുണയോടും കൂടി ബിഗ് ബോസിനകത്തേക്ക് കയറി ഷോ തുടങ്ങിയ നിമിഷം മുതൽ ദേ ഇവിടം വരെയും പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിയായി ജാസ്മിൻ ജാഫർ മാറുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.